അപ്പൊ 4 വിഷയം ചെന്നില്ല. ഒന്നോ സലാത്ത് ചെല്ലോക്ക് ബഖീൽ കാട്ടണോ അവന് ദുനിയാവിൽ ഇമ്പ്രൂവ്മെന്റ് ആവില്ല. രണ്ടാമത്തത് ബാങ്ക് കൊടുക്കുമ്പോ മറുപടി കൊടുക്കാത്തോ, ഉത്തര കൊടുക്കാത്തോ. മൂന്നാമത്തെ വിഷയം ചെന്നിട്ടില്ല. മൂന്നാമത്തത് എന്തിനാ ചെന്നെങ്കിൽ സഹായ കേട്ടെങ്കിൽ സഹായിക്കാത്തോണു. സഹായം പൈസയിൽ മാത്രല്ല, ഇനി നിക്ക് പൈസ കൊടുക്കുമല്ല നല്ല പലക്ക, ഇനി നിന്റെ തടി കൊണ്ട് അതൊരു സ്വഭാവം നിന്റെ ജീവിതത്തിൽ വേണം. ഇനി എന്തില്ല നക്കാറ് വേണ്ട, നാണ് നിന്റെ പെഞ്ഞായി മക്ക. ചില പെഞ്ഞായി മക്കൾക്ക് പോലും ചക്രച്ചാക്കോപില് സഹായിക്കോപില് മടിക്കിടങ്ങ ചില ജന്തുക്കളുള്ള. അതല്ല, സഹായിക്കല് എന്നുള്ള ഒരു മനസ്സ് മനുഷ്യന്റെ ജീവിതത്തിൽ ഇന്നെങ്കിൽ അത് വന്നില്ല എന്നെങ്കിൽ അവിടെ ഇമ്പ്രൂവ്മെന്റ് ആവല്ല. അത് ആരെങ്കിലും ഇല്ലല്ല, ആരൊരു സഹായ അഭ്യർത്ഥനാക്കട് ഒരു അമുസ്ലിമായെങ്കിലും ഇല്ലല്ല. ആ സഹായ അഭ്യർത്ഥനാക്കും ആ സഹായത്തുള്ള ഒരു തെരുനങ്ങ കാട്ടി കൊടുക്കരുത്. അതൊരു മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണാണ്. ആ സ്വഭാവം ഇല്ലെങ്കിൽ അവൻ മരിക്കുന്തോളം നല്ലവലായിട്ട് മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്താറ്. അതുകൊണ്ടായിട്ട് മഹാനായ സുൽത്താനുൽ ഉലമ വലിയൊരു ചർച്ചലായിട്ട് സുൽത്താനുൽ ഉലമ എന്തിനെ യമനിൽ വെച്ചിട്ട് ഒരു പെണ്ണിടെ തൂക്കിക്കൊള്ളുമ്പോ ആ പെണ്ണിടെ തൂക്കിക്കൊള്ളിടതിനെ രക്ഷപ്പെടുത്തുകയായിട്ട് സഹകരിച്ച ആളായിട്ട് മഹാനായ സുൽത്താനുൽ ഉലമ അപ്പളായിട്ട് ചർച്ച വന്നത് അവൻ അങ്ങനല്ലേ, ഓണിങ്ങനല്ലേ, അതങ്ങനല്ലേ, ഇങ്ങനല്ലേ. പക്ഷെ അങ്ങനല്ലത്, പ്രകൃതി ഇങ്ങനെയാണ്. ഒരു സഹായിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ കൽബിൽ എപ്പോഴും വേണം. അത് ആരായെങ്കിലും വലിയല്ല. അതുകൊണ്ട് അത് എന്റെ മൂന്നാമത്തത്, അത് ഒരുത്തന്റെ കൽബിൽ ഇല്ലെങ്കിലേ അവൻ മരിക്കുന്തോളം നല്ലവല്ലേ. നാലാമത്തെ വിഷയ പ്രധാനപ്പെട്ടതായിട്ട് നിസ്കരിച്ചിട്ട് ദുആക്ക് നിൽക്കാണ്ട് വെണിച്ച് ഓടുന്ന മനുഷ്യയില്ലേ, നിസ്കരിച്ചിട്ട് ദുആർക്കാണ്ട് പോണ്ട മനുഷ്യയില്ലേ. യഥാർത്ഥത്തിൽ ദുആക്ക് ഇജാബത്ത് കിട്ടിയ ഒരു ടൈമായിട്ട് കിട് യജമാനനായ റബ്ബുക്ക് സുജൂദ് ചെയ്തിട്ട് ദുആർക്കിടുത്. പക്ഷേ ഓണുകൊണ്ട് യജമാനനായ റബ്ബുറൊട്ട ഇണ്ടുതോള നിക്ക് വേൺമായ സുഖ തന്ന, വേൺമായ രൂപത്തിലുള്ള നിഅമത്ത് തന്ന, എല്ലാ ആഫിയത്ത് ആരോഗ്യ തന്ന യജമാനനായ റബ്ബുറൊട്ട ദുആർക്കോഗ് നിക്ക് ടൈം കിട്ടാണ്ട് നീ എണിച്ചു പോയെങ്കിൽ നീ ജീവിതത്തില് നിക്ക് നല്ലാവുകുള്ള തെരുവില്ല. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. അത് ചെമ്മ വിഷയായിട്ട് എണിച്ചു പോകുമ്പോൾ വലിയ ആലോചന കൊടുക്കും. കേരളത്തോർ പള്ളിയിൽ ഒരു ഗലാട്ട എത്തു. ഗലാട്ട എന്തെങ്കിലും ഇയാള് എണിച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കുന്ന ആളെ പേര് ജന്തൂള. ഇയാളെന്തോ പട്ടാൻ വീടാണ് കേരളത്താണ്. ഇന്റെ ഇത്തരാല മയ്യത്ത് നിസ്കരിക്കണം. അപ്പൊ എല്ലാവരും പോയിട്ടുള്ള അപ്പൊ ഇയാൾ അർസത്തിൽ ജന്തൂല പോണ്ടങ്ങത്തിൽ ആലോചന ആക്കണു. ബണ്ടവാര നിങ്ങളെ പേര് വേറെ പള്ളിയിൽ ചെല്ലുവാറുണ്ട്. തലക്കില്ലേ അർത്ഥമില്ലേ? എങ്ങനെ ബണ്ടവാര വേറെ പള്ളിയിൽ നിങ്ങളെ പേര് ചെല്ലുവാറ് ജാഗ്രത ആക്കണം. അയാളോട്ട് വിട്ടുള്ള അപ്പൊ വിഷയം തന്നെ ഇത് ആലോചനാക്കല്ലേ ഏഞ്ചിട്ട് ഉറവാട്ടം. അള്ളാഹു ഞങ്ങളുടെ ദ്രായത്തെ വിഷയമല്ല ചെല്ലുന്നത്. ഇങ്ങനെ ചില പരിസരത്തുള്ള നടന്നുകൊണ്ട് അള്ളാഹു ബർക്കത്തിലാക്കി തെരുമാറാകട്ടെ. അപ്പൊ ജമ്മ വിഷയല്ലാക്കൊണ്ട് ഇൻഷാ അള്ളാ ഇനി ഞങ്ങൾക്ക് അടുത്ത് വേണ്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷിക്കരുത്. നന്റെ മോണ്ടമ്മ അബ്ബടമ്മ കാക്കടത പെഞ്ഞായിയുടെ ബർത്തടല്ല, ലോക നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ് വലിയ ഒരു ആവേശത്തിൽ ഞങ്ങൾ എന്തെല്ലാം തീർന്ന് ഏതെല്ലാം രൂപത്തിലാവിടോ ആ നബി തങ്ങളെ പിരിസപിക്കരുത്, ആദരിക്കരുത്. എല്ലാ കർമ്മങ്ങളും ഞങ്ങൾ റബീഉൽ അവ്വൽ ആക്കിയിട്ട് നബി തങ്ങളെ വലിയൊരു മുഹിബായിട്ട് മാറണോ. കാരണം ഞങ്ങൾക്കുള്ളത് ഞങ്ങളെ നബി തങ്ങ മാത്രം, ആരും ഇല്ല. എല്ലാരും ഞങ്ങളെ കൈവിടാറ്. മോനെ നിന്റെ റായത്ത് വലിയൊരു പൈസക്കാരിക്കൂ, ആചാരിക്കൂ, വലിയ കാലിക്കൂ, തങ്കയിക്കൂ, എല്ലാം ഒരുക്ക മാത്രം. പിന്നെ നിന്റെ മുട്ടങ്ങ പറവ് റെഡിയില്ലേ. എവിടുത്തോളം ചെന്നെങ്കിൽ നീ മനസ്സിലാക്കണോ, നിക്ക് നിന്റെ മോളുകു മങ്ങിലാവുമ്പത്തുകു സുബ്ഹാനല്ലാഹ് നിന്റെ കയ്യിൽ പൈസയില്ല. നീ റായത്ത് വലിയ ഒരു ആചാറുണ്ട്, ആചാരമുട്ട പോയിട്ട് ആചാരേ നക്ക് മോളുകു മങ്ങിലാക്കൂ പൈസ വേണോ ചെന്നെങ്കിൽ ആചാറ് ചിലപ്പോ നിക്ക് പൈസ തറൂ. രണ്ടാമത്തെ മോളെ മങ്ങിലാമ്പത്തുകു അതേ ആചാരമുട്ട പോകുമ്പത്തുകു നിക്ക് മടി വന്നില്ലേ, നിക്ക് ചങ്കി വന്നില്ലേ. നാനെങ്ങനെ പോണ്ട, നാനെങ്ങനെ കേക്കിടെ പഷ്ട മോള മങ്ങിൽത്തുകി നക്ക് പേന്മായ പോലെ സഹകരിച്ച ആചാര് രണ്ടാമത് പോകുമ്പോ ആചാര് വിചാരിക്കല്ലേ ഓണ്ട സ്വരമേ ഇതല്ലേ. സുബ്ഹാനല്ലാഹ് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളെ പറ്റി അല്ലാഹു ഖുർആനിൽ ചെന്നത് കണ്ടില്ലേ?
അമ്മസായില ഫലാ തൻഹറി. നബിയേ, തങ്ങളൊട്ട കേട്ടങ്ങളെ തങ്ങ മടക്കിക്കളയണ്ടോ. മോനെ നിക്ക് ജാവു 12 ಗಂಟೆಗೆ 1 ಗಂಟೆಗೆ തഹജ്ജുദ് തഅമുലു അല്ലാഹ നിക്ക് ധൈര്യത്തിൽ വിളിച്ചു ചെല്ലാ. യാ റസൂലല്ലാഹ്, നന്റെ മോളുകു മങ്ങിലാവുകൊണ്ടു കയ്യില് പൈസ ഇല്ല, മടിക്കണ്ട. നിക്ക് പുൽപുട്ടിടു ചെല്ല. നക്കൊരു സൊറയില്ല, നക്കൊരു മൈഷത്തുക്ക് നല്ല തെരുവില്ല, നക്കൊരു നല്ല തെരു കാട്ടി തരണു നബിയേ. അത് നിക്ക് മുലാജി വേണ്ട. അമ്മസയില ഫല തന്നറി. നബിയേ, തങ്ങളോട് ചോദിച്ച ആൽമാരെ തങ്ങ മടക്കിക്കളയണ്ടോ. ആ നേതാവിടെ ഒരു ബർത്ത്ഡേ തിങ്കളായിട്ട് ഞങ്ങളെ മുന്നുള്ള പണ്ടത്. ഇൻഷാ അല്ലാഹ് ഒരു നാളെങ്കിലും നണ്ടാവുത്തുള്ളൂ. ആ നേതാവിടെ പേര് ചൊല്ലണോ, ആ നേതാവിടെ ബഹുമാന ചൊല്ലണോ. സുബ്ഹാനല്ലാഹ്, ഉസ്താദന്മാരെ വിളിച്ചിട്ട് കൈമടക്കൂ, എന്റെ കയ്യിൽ പൈസ ഇല്ല, സദക്ക കൊടുക്കൂ, പൈസ ഇല്ല. മോനെ, നിന്റെ പെഞ്ഞായി നിന്റെ മക്ക നിങ്ങളെല്ലാരും തെച്ചിട്ട് എന്തുമില്ലെങ്കിലും ഒരു 100 സലാത്തെങ്കിലും ചെന്നിട്ട് ആ റബീഉൽ അവ്വൽ തിങ്കള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കിട ഒരു ആൽമാറായിട്ട് ഞങ്ങ തീരണു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ റബീഉൽ അവ്വൽ തിങ്കളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. സീരണിന്റെ അവസ്ഥ നെയ്ക്കായ മുസ്തഫ എന്റെ സീരണിന്റെ വ്യവസായം ഉമ്മബേഗ് ആഫിയത്ത് കിട്ടുമെന്നായിട്ടു കുടുംബത്തിൽ മരണപ്പെട്ടു പോയങ്ങളെ ഖബറുക ഇതിലെ പ്രതിഫലം കിട്ടും. അല്ലാഹു തആല ഉമ്മ ബാപ്പക്ക് ദീർഘ ആയുസ്സും ആഫിയത്ത് അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. കുറെ കാലം ഉമ്മ ബാപ്പ എന്ന് സന്തോഷത്തോടെ വിളിച്ച് ഉമ്മാനെയും ബാപ്പാന്റെ ഖിദ്മത്ത് ചെയ്യാൻ ആ മക്കൾക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك ونتوجه إليك بحبيبك المصطفى عندك يا حبيبنا يا سيدنا محمد يا رسول الله. إنا نتوسل بك إلى ربك فاشفع لنا عند المولى العظيم يا نعم الرسول الطاهر المطهر. اللهم شفيه فينا بجاه عندك أرحم الراحمين يا الله. ഞങ്ങളെ പാവങ്ങളാണ്, സാധുക്കളാണ്, വിവരമില്ലാത്തവരാണ്, ജാഹിലീങ്ങളാണ്, തമ്മാടികളാണ്, എല്ലാ നിലക്കും ഞങ്ങളെ മോശപ്പെട്ടവരാണ്. അല്ലാഹ്, ഞങ്ങൾ ഈ നല്ല ഒരു രാത്രിയിൽ ഇവിടെ വന്ന് ഒരുമിച്ച് കൂടിയത്, ഇവിടെ നമ്മൾ ഇരുന്നത്, ഇവിടെ നമ്മൾ ചെലവഴിച്ചത് നിന്റെ മുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാഹ്, ആ നബി തങ്ങളെ ഹക്ക് കൊണ്ട് ഞങ്ങളെ ദോഷങ്ങളെ നീ പുറത്തു തരണമല്ലാഹ്. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമല്ലാഹ്. ഞങ്ങളെ കൽബ് നീ ശുദ്ധീകരിക്കണമല്ലാഹ്. ഞങ്ങളെ നീ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നീ പെടുത്തണമല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾക്കൊന്നു നന്നാകണമെന്ന ആഗ്രഹമുണ്ട്, നല്ലവരെ കൂട്ടത്തിൽ പെടണമെന്ന് ആശയമുണ്ട്. അല്ലാഹ്, നീ ഞങ്ങളെ ആ കൂട്ടത്തിൽ നീ പെടുത്തണമല്ലാഹ്. യാ റഹ്മാനു യാ അല്ലാഹ്, ഈ സദസ്സിൽ ഒരുപാട് വിഷമമുള്ളവർ, ബേജാറിലുള്ളവർ, സങ്കടത്തിലുള്ളവർ, ഞാൻ എന്ത് ചെയ്യുമല്ലാഹ്, ഞാൻ എൻ്റെ കുടുംബത്തിനെ എങ്ങനെ വളർത്തുമല്ലാഹ്, എൻ്റെ കടങ്ങളെ ഞാൻ എങ്ങനെ വീടുമല്ലാഹ്, എനിക്കൊരു ജോലിയില്ലല്ലോ. അങ്ങനെയുള്ളവർ ഈ സദസ്സിലുണ്ട്. അതുപോലെ ദുആർക്കാൻ സംഭാവന തന്നവരുണ്ട്, പലരും നേർച്ച വെച്ചവരുണ്ട്, ഇന്നത്തെ പരിപാടിക്ക് ഭക്ഷണങ്ങൾ നൽകിയവരുണ്ട്. യാ അല്ലാഹ്,
മുത്തു റസൂലുള്ളാഹി തങ്ങളെ ഹക്ക് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ കഷ്ടത്തിലാക്കല്ല അല്ലാഹ്, ഇസ്സത്തിലാക്കണമല്ലാഹ്, നാണക്കെടുത്തി കളയല്ല അല്ലാഹ്. ഒരാളുടെ മുമ്പിൽ കൈകാട്ടി ഇറക്കുന്ന ഒരവസ്ഥ നീ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. നീ തന്ന നിഅമത്ത് ഞങ്ങൾക്ക് നിലനിർത്തണമല്ലാഹ്. ഞങ്ങളെ ഫക്കീർ തരത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ലാഹ്. റബ്ബി, മരണം വരെ ഇസ്സത്തോടുള്ള ജീവിതം നീ ഞങ്ങൾക്കെല്ലാം നൽകണമല്ലാഹ്. അർഹമുർറഹീമീനായ അല്ലാഹ്, ചെറിയ ചെറിയ ജോലി ചെയ്യുന്നവരുണ്ട്, കച്ചവടം ചെയ്യുന്നവരുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്, വാഹനം ഓടിക്കുന്നവരുണ്ട്. റബ്ബേ, ഈ സലാത്തിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ ബർക്കത്ത് നൽകണമല്ലാഹ്, ഖൈർ തുറന്നു തരണമല്ലാഹ്. അർഹമുർറഹീമീനായ അല്ലാഹ്, ഒരുപാട് കടം കൊണ്ട് ബേജാറിലുള്ളവരുണ്ട്. മക്കളെ കെട്ടിച്ചു കൊടുത്ത് വീട് നിർമ്മിച്ച്, അതുപോലെ ഇസ്സത്തിന് വേണ്ടി, മൈഷത്തിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി കടങ്ങളായി കുടുങ്ങിയവർ നമ്മളെ സദസ്സിലുണ്ട്. യാ അല്ലാഹ്, നിന്റെ ഖസാന വലുതാണ് റബ്ബേ. കടം വീടാനുള്ള വഴികൾ നീ ഞങ്ങൾക്ക് തുറന്നു തരണമല്ലാഹ്. കെട്ടിച്ചു കൊടുക്കാൻ പെൺമക്കളുള്ളവരുണ്ട്, പെങ്ങന്മാരുള്ളവരുണ്ട്. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അവർക്ക് നീ ഖൈറായ ഭർത്താക്കന്മാരെ നീ നൽകണമല്ലാഹ്. ആ പെൺമക്കളെ കൊണ്ട് സ്വന്തം ബാപ്പാനെയും ഉമ്മാനെയും കുടുംബങ്ങളെ നാണക്കെടുത്തുന്ന ഒരു ഗതികേട് നീ നൽകല്ല അല്ലാഹ്. യാ അല്ലാഹ്, അവർ ഉദ്ദേശിക്കുന്ന നിലക്കുള്ള നല്ല സൗകര്യം നൽകുന്ന, നല്ല രീതിയിൽ പോറ്റി വളർത്തുന്ന പുതിയ പിളന്മാരെ നീ തെരഞ്ഞെടുക്കണമല്ലാഹ്. അർഹമുർറഹീമീനായ അല്ലാഹ്, അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ഇൽഫത്തില്ലാതെ, സ്നേഹമില്ലാതെ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. അല്ലാഹ്, അവരുടെ നീ സ്നേഹം വിട്ടുകൊടുക്കണമല്ലാഹ്, പിരിശപ്പാടിട്ട് കൊടുക്കണമല്ലാഹ്. ഒന്നുമില്ലാതെ പരസ്പരം വിടുകട എന്ന നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മകൾ എന്ത് ചെയ്യുമെന്ന നിലയ്ക്ക് കഴിയുന്നവരുണ്ട്. അല്ലാഹ്, ഒരു ഖൈറായ വഴി നീ തുറന്നു കൊടുക്കണമല്ലാഹ്. അർഹമുർറഹീമീനായ അല്ലാഹ്, ഒരുപാട് രോഗമുള്ളവരുണ്ട്. നേരത്തെ ഏൽപ്പിച്ചതുപോലെ നമ്മുടെ ലത്തീഫ് മുസ്ലിയാരുടെ ആറ്റുവേദന അടക്കമുള്ള പലരും നമ്മളെ കൂട്ടത്തിൽ രോഗികളുണ്ട്. അല്ലാഹ്, ഭക്ഷണത്തിന്റെ ഉപരിയായി ഗുളികകൾ കഴിച്ച്, മൈഷത്ത് ഗുളികകൾ കഴിച്ച് ജീവിതങ്ങൾ കഴിച്ചുകൂടുന്നവർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അല്ലാഹ്, ഒരുപാട് രോഗമുള്ളവരുണ്ട്. അല്ലാഹ്, ഞങ്ങളെ ഉമ്മ പെങ്ങന്മാരിലുണ്ട്. അല്ലാഹ്, ഞങ്ങൾക്ക് സഹായിച്ചവരിൽ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ എല്ലാവരുടെ രോഗം നീ മാറ്റണമല്ലാഹ്, നീ ശിഫ നൽകണമല്ലാഹ്. രോഗത്തിൽ ഞങ്ങളാരെയും നീ കിടത്തത്തിലാക്കല്ല അല്ലാഹ്. രോഗികളായി ഞങ്ങളെ നീ മാറ്റല്ല അല്ലാഹ്. അർഹമുർറഹീമീനായ അല്ലാഹ്, ഇരിക്കാൻ വീടില്ലാത്തവരുണ്ട്, വീട് നൽകണമല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, മക്കൾ നൽകണമല്ലാഹ്. കേസിൽ കുടുങ്ങിയവരുണ്ട്, വിജയം നൽകണമല്ലാഹ്. അല്ലാഹ്, ഞങ്ങളെ നാട് നീ ഐക്യത്തിലാക്കണമല്ലാഹ്. സുന്നത്ത് ജമാഅത്ത് നീ ശക്തിപ്പെടുത്തണമല്ലാഹ്. അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കള്, കൂട്ടുകുടുംബക്കാര്, സ്നേഹിതന്മാർ, ഈ പള്ളി പരിസരത്ത് മരിച്ചു കിടന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ, അവരെല്ലാവരുടെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കണമല്ലാഹ്, സന്തോഷത്തിലാക്കണമല്ലാഹ്. സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണമല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണമല്ലാഹ്. ഞങ്ങളെ മരണം നല്ല മരണമാക്കണമല്ലാഹ്. മരിക്കുന്ന സമയത്ത് നിന്റെ പൊരുത്തത്തിലായി, നല്ല സ്ഥലത്ത്, നല്ല സമയത്ത്, നല്ല ആൾക്കാരുടെ അടുത്ത് വെച്ച് ഞങ്ങളെ റൂഹിനെ നീ പിടിക്കണമല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم